ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 171. നമ്മളിന്ന് അധ്യായം 8 113 സൂക്തമാണ് നോക്കുന്നത്. അതിലെ ദേവത ഉഷസ്സാണ്. ഉഷസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സൂര്യൻ ഉദിച്ചു വരുമ്പോൾ സൂര്യൻ്റെ ബലമാണ് മുന്നിൽ വരുന്നത്. വലിയ വെളിച്ചം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സൂര്യൻ വരുന്നതിനെക്കാട്ടി മുമ്പിൽ സൂര്യൻ്റെ ഒരു പ്രഭ കാണും. ഒരു തിരി കത്തിച്ച് വെച്ചാൽ അതിൻ്റെ ഒരു പ്രഭ എന്ന് പറയുന്നത് കുറച്ച് മുൻപിലാണ്. അതാണ് യഥാർത്ഥത്തിൽ എല്ലാറ്റിനെയും പ്രേരിപ്പിക്കുന്നത്. ഉദാഹരണമായിട്ട് സൂര്യൻ വരുമ്പോഴെല്ലാം പക്ഷികളെല്ലാം ആക്റ്റീവായിട്ട് നിൽക്കുന്നത് അതിന് മുമ്പിലുള്ള ഒരു പ്രഭ വരുമ്പോഴാണ്. ഇപ്പം മനുഷ്യനെ സ്വാധീനിക്കുന്നത് സൂര്യന് മുമ്പിൽ നിന്നുള്ള ബലമാണ് നമ്മളെ സ്വാധീനിക്കുന്നത്. ആ പ്രഭ ബലത്തിൻ്റെ ഒരു പ്രതീതിയായിട്ട് കണ്ടാൽ മതി. അപ്പോൾ ഒരു ഗ്രഹം ഉദിച്ചു വരുന്നതിനെക്കാട്ടി മുൻപിലുള്ള ആ ഒരു പോയിന്റിൽ നിന്നാണ് ബലം നമ്മളിലേക്ക് സ്വാധീനം ചെലുത്തുന്നത്. അത് ആ ഒരു പ്രഭ. ഇപ്പം നമ്മൾ ചില ദേവന്മാരുടെ തലക്ക് ചുറ്റും ഇങ്ങനെ, അല്ലെ മഹാന്മാരുടെ തലക്ക് ചുറ്റുമല്ല ഒരു പ്രഭമാരി കാണിക്കുന്നില്ല. അത് തലയോട് ചേർത്തല്ല, കുറച്ച് മാറ്റിയിട്ടാണ്. അതല്ല, ഈ സൂര്യൻ്റെ ഗ്രഹത്തിൻ്റെ കുറച്ച് മുന്നിൽ നിന്നാണ്. അത് നമ്മുടെ അനുഭവത്തിൽ കാണുന്നുണ്ട്. രാവിലെ ഉദിച്ചു വരുമ്പോൾ സൂര്യനെ കാണുന്നതിനെക്കാട്ടി മുമ്പിൽ ആ പ്രഭ, ശക്തിയുള്ളൊരു പ്രഭയാണ് നമ്മൾ കാണുന്നത്. അതിനെയാണ് ഉഷസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എല്ലാം ആക്ടിവേറ്റ് ചെയ്യുന്നത്, നമ്മളെ ഉണർത്തുന്നത്, പക്ഷികളെ ഉണർത്തുന്നതെല്ലാം ഈ ഉഷസ്സാണ്. ജ്യോതിഷപരമായിട്ടും ആ മുന്നിൽ നിന്നാണ് അതിനെ എടുക്കുക. ഒരു ബലം നമ്മൾ ഇപ്പം നമ്മൾ കൈകൊണ്ട് തള്ളുന്നു. ബലം വരക്കുമ്പോൾ കയ്യിൽ നിന്ന് തുടങ്ങിയിട്ടാണ് ഇങ്ങനെ ബലം വരക്കുക, അല്ലാതെ കൈൻ്റെ നടുവ് കൊണ്ട് ഇതൊന്നും വരക്കില്ല. ആ പ്രതലത്തിൽ നിന്ന് തുടങ്ങിയിട്ട് ആണ് ബലം മാർക്ക് ചെയ്യുന്നത്. അപ്പം അത്തരത്തിൽ ഈ ഉഷസ്സിനെ കാണണം. അതായത് ഒരു ഗ്രഹം, അത് സൂര്യനാണ് പ്രധാനം. സൂര്യനാണ് വെളിച്ചത്തോടു കൂടി വരുന്നത്. അതുകൊണ്ട് അതിൻ്റെ മുമ്പിലുള്ള ആ പ്രഭ, ആദ്യം ഉദിച്ചു വരുന്ന ആ ഒരു പ്രഭ, അതാണ് ഉഷസ്. അത് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് പലതരത്തിൽ എന്ന് പറയുകയാണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നിൽ എന്താണ് പറയുന്നതെന്ന് ആദ്യം നോക്കാം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 113 ഋഷി കുത്സൻ, ദേവത ഉഷസ്, ഛന്ദസ് തൃഷ്ടുപ്പ് പണ്ഡി. ഇദം ശ്രേഷ്ഠം ജ്യോതിഷാം ജ്യോതിരാകാശ്ചിത്രപ്രകേതോ അജനിഷ്ടവിദ്ഭ്യാ യഥാ പ്രസൂതാ സവിദുസ്സവാം യ ഏവാ രാത്രി ഉഷസേ യോനിം ആരൈക്ക്. ജ്യോതിസുകളിൽ ശ്രേഷ്ഠമായ ഈ ജ്യോതിസ് പ്രത്യക്ഷമായി അത്ഭുതപ്രകാരം എല്ലായിടത്തും വ്യാപിച്ചു. രാത്രിക്ക് എപ്രകാരം സൂര്യൻ ജന്മം നൽകിയോ അതുപോലെ ഉഷസ്സിനു വേണ്ടി രാത്രി സ്വന്തം സ്ഥാനം നൽകി. ഇതിൽ പറയുന്നത് ജ്യോതിസുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ജ്യോതിസ് എന്ന് പറഞ്ഞാൽ ആകർഷണ ബലമാണ്. പ്രകാശവും അല്ലെങ്കിൽ അതിൻ്റെ ആകർഷണ ബലം, അതിനെല്ലാണ് ഗ്രഹങ്ങളുടെ ആകർഷണ ബലം. അതാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടാണ് ജ്യോതിർഗോളങ്ങൾ എന്ന് പറയുന്നത്. അതിൽ നിന്ന് പ്രകാശം വരുന്നു എന്ന് വെച്ചാൽ ഇപ്പം ബുധനും ശുക്രനിൽ നിന്നൊന്നും പ്രകാശം വരുന്നില്ലല്ലോ. പക്ഷെ അതെല്ലാം ജ്യോതിർഗോളങ്ങളാണ്. അതായത് നമ്മളെ പ്രകാശം എന്ന അർത്ഥം മാത്രമല്ല, സ്വാധീനിക്കുന്ന ആ ശക്തി. അപ്പം ഏറ്റവും ജ്യോതിസുകളിൽ ശ്രേഷ്ഠമായ ജ്യോതിസ് സൂര്യനിൽ നിന്ന് വരുന്ന അതിനെയാണ് ഉഷസ് എന്ന് അത് പ്രത്യക്ഷമാകാൻ പോവുകയാണ്. അപ്പം അതാണ് ആദ്യം പ്രത്യക്ഷമാവുക.
എന്നിട്ട് അത്ഭുതകരമായിട്ട് അത് എല്ലായിടവും വ്യാപിക്കുന്നു. സൂര്യൻ എങ്ങനെ രാത്രിക്ക് ജന്മം നൽകിയോ, സൂര്യൻ്റെ കൊണ്ട് തന്നെയാണ് രാത്രിയും പകലും എല്ലാം ഉണ്ടാകുന്നത്. സൂര്യൻ എപ്രകാരം രാത്രിക്ക് ജന്മം നൽകിയോ അതുപോലെ തന്നെ ഉഷസ്സിന് വേണ്ടിയിട്ട് രാത്രി തൻ്റെ സ്ഥാനം മാറിക്കൊടുക്കുന്നു. അതുവരെ രാത്രിയുടെ ഇരുണ്ട സ്ഥലമായിരുന്നു. ഉഷസ് വരുമ്പോൾ രാത്രി മാറിക്കൊടുക്കും, അതായത് രാത്രി അപ്രത്യക്ഷമാകും. ഇനി നമുക്ക് ഇതെല്ലാം വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. ഇനി 2 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 113 ഋഷത് വത്സഃ ഋഷതി ശ്വേതാഗാത് ആരൈഗു കൃഷ്ണാ സദനാന്യസ്യാം സമാനബന്ധു അമൃതേ അനൂജി ദ്വാവാവർണം ചരത ആമിനാനേ. ശ്വേതവർണ്ണങ്ങളോടുകൂടിയ ഉഷസ് കിടാവിനെ പോലെ സൂര്യനെ പ്രകാശിപ്പിച്ചുകൊണ്ട് വന്നു ചേർന്നു. രാത്രി ഇവൾക്ക് വേണ്ടി സ്ഥാനം നൽകി. ഇവർ രണ്ടും പരസ്പരം ബദ്ധരായി അമരമായ ആകാശത്തിൽ ക്രമപൂർവം ഗതി തുടർന്നുകൊണ്ട് ഒന്ന് മറ്റൊന്നിന്റെ വർണ്ണത്തെ ഇല്ലാതാക്കുന്നു. ശ്വേതവർണ്ണത്തോടുകൂടിയ ഉഷസ് കിടാവിനെ പോലെ സൂര്യനെ പ്രകാശിപ്പിച്ചുകൊണ്ട് വരുന്നു. കിടാവിനെ പോലെ, പശുവിൻ്റെ മുന്നിൽ കിടാക്കൾ നടക്കുന്ന പോലെ സൂര്യനെ പ്രകാശിപ്പിച്ചുകൊണ്ട് മുന്നിൽ കയറി വരികയാണ്. സൂര്യൻ്റെ പ്രകാശമാണ്, അത് മുന്നിൽ സഞ്ചരിക്കുകയാണ്. സൂര്യനെ പ്രകാശിപ്പിച്ചുകൊണ്ട് രാത്രി അപ്പം എന്ത് ചെയ്യും? ഇവക്ക് വേണ്ടിയിട്ട് സ്ഥാനം മാറിക്കൊടുക്കും. ഇവള് വരുമ്പോൾ, ഉഷസ് വരുമ്പോൾ രാത്രി മാറിക്കൊടുക്കും, ആ ഇരുട്ട് മാറിക്കൊടുക്കും. അത് ആകാശത്തിൽ ക്രമത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്, ഒന്ന് മറ്റേതിൻ്റെ വർണ്ണത്തെ ഇല്ലാതാക്കിക്കൊണ്ട്. അതൊരു ക്രമത്തിൽ ഒരു കുഴപ്പമില്ലാതെ കൃത്യമായിട്ട് ക്രമത്തിൽ വരും. പകൽ കഴിഞ്ഞാൽ രാത്രി, രാത്രി കഴിഞ്ഞാൽ പകൽ, ഒന്ന് മറ്റൊന്നിൻ്റെ വർണ്ണം ഇല്ലാതാക്കും. ഉഷസ് വരുമ്പോൾ വെളുത്ത നിറം കറുപ്പിനെ ഇല്ലാതാക്കും. രാത്രി വരുമ്പോൾ വെളുപ്പ് മാറിക്കൊടുക്കും, എല്ലായിടത്തും ഇരുട്ടാകും. വലിയ പ്രയാസമൊന്നുമില്ല. വേദങ്ങൾ പഠിക്കാൻ എത്ര എളുപ്പം, വളരെ ലളിതം. ഇനി നമുക്ക് 3 നോക്കാം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 113 സമാനോ അധ്വാ സ്വസ്രോർ അനന്തസ്ത്വം അന്യാന്യ ചരതോ ദേവശിഷ്ടേ ന മേധേദ ന തസ്തതു സമേഹേ നക്തോഷസാ സമനസ വിരൂപേ. ഈ 2 സഹോദരിമാരുടെയും മാർഗം ഒന്നു തന്നെയാണ്. അതിൽ കൂടി ദേവതകളുടെ പ്രേരണയാൽ ഇവർ തുടർച്ചയായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഏക മനസ്സുള്ളവരായ ഈ ഉഷസ്സും രാത്രിയും വിഭിന്ന വർണ്ണങ്ങളോട് കൂടിയവരും പരസ്പരം ഏറ്റുമുട്ടാത്തവരുമാണ്. ഈ 2 സഹോദരിമാരുടെയും മാർഗം ഒന്ന് തന്നെയാണ് പറയുന്നത്. അവർ സഞ്ചരിക്കുന്ന വഴി ഒന്ന് തന്നെയാണ്. ഇപ്പം ഭൂമി വട്ടത്തിൽ ചുറ്റുന്നത് കൊണ്ടാണ് സൂര്യൻ സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. സൂര്യൻ്റെ മുമ്പിലാണ് ഈ വെളിച്ചവും രാത്രി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് രാശിചക്രത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. നമുക്കനുഭവപ്പെടുന്ന നമ്മൾ സ്റ്റഡിയായി നിന്നിട്ട് സൂര്യൻ സഞ്ചരിക്കുന്ന മാതിരി ആകാശത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നതായിട്ട് തോന്നും. യഥാർത്ഥത്തിൽ രാശിചക്രത്തിൽ സഞ്ചരിക്കുന്നത് നമ്മളാണ്. അവൻ ഈ യുക്തിവാദികളെല്ലാം പറയും തെറ്റല്ലേ, സൂര്യനൊന്നും അല്ല സഞ്ചരിക്കുന്നത്, അവിടെ സൂര്യൻ സഞ്ചരിക്കുന്നതാണ്. പക്ഷെ രാശിചക്രത്തിൽ സഞ്ചരിക്കുന്നത് നമ്മൾ തന്നെയാണ്, നമ്മളാണ് ലഗ്നം. അപ്പോൾ സൂര്യൻ സഞ്ചരിക്കുന്നതായിട്ടല്ല രാശിചക്രത്തിൽ ഇട്ടിരിക്കുന്നത്, നമ്മൾ സഞ്ചരിക്കുന്നതായിട്ട് തന്നെയാണ്. അത് ഭൂമി സഞ്ചരിക്കുന്ന തന്നെയായിട്ടാണ്. ഭൂമി സഞ്ചരിക്കുന്നതെന്ന് പറഞ്ഞാൽ വട്ടത്തിൽ തന്നെയാണ്. അപ്പോൾ രാശിചക്രത്തിൽ അതിൻ്റെ സ്ഥാനം. ഇപ്പം എല്ലാ സയൻസിലോട്ട് തന്നെയാണ് ജ്യോതിഷം എല്ലാം എടുത്തിരിക്കുന്നത്. ലഗ്നമാണ് മാറുന്നത്, സൂര്യനല്ല. നമുക്കിപ്പോൾ ആകാശത്തിലോട്ട് സൂര്യൻ പോകുന്ന മാതിരി അങ്ങ് ചിന്തിക്കാം. നമ്മൾ നോക്കുമ്പോൾ അങ്ങനെയല്ലേ, നമ്മൾ വിത്ത് റെസ്പെക്ട് നമ്മൾ സൂര്യൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 പോകുന്ന വഴി ഒന്ന് തന്നെയാണ്.
ഇനിയോ, ദേവതകളുടെ പ്രേരണയാൽ ഇവർ തുടർച്ചയായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ദേവതകളുടെ പ്രേരണ എന്ന് പറഞ്ഞാൽ ഏതെല്ലാം ദേവതകൾ? ഭൂമി ദേവതയാണ്, സൂര്യൻ ദേവതയാണ്. ഭൂമി കറങ്ങുന്ന അനുസരിച്ചാണ് ഈ രാത്രിയും പകലും കറങ്ങുന്നത്. യഥാർത്ഥത്തിൽ സൂര്യനല്ല കറക്കുന്നത്, രാത്രിയും പകലുമാണ് ഇവിടെ കറങ്ങുന്നതായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഭൂമിയുടെ കറക്കണം. അപ്പം ദേവതകളുടെ പ്രേരണയാലാണ് ഭൂമി കറങ്ങുമ്പോൾ ഭൂമി പ്രേരിപ്പിക്കും രാത്രിയും പകലും മാറി മാറി വരാൻ. ദേവത എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ദേവതയാണ്. അപ്പം ഭൂമിയും ദേവതയാണ്. ഭൂമിയാണ് പ്രേരിപ്പിക്കുന്നത് രാത്രിയും പകലെയും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കാൻ നമുക്ക് ചുറ്റും. ഇത് വിഭിന്ന വർണ്ണങ്ങളോടുകൂടിയാണ് കറങ്ങുന്നത്. ഒന്ന് വെളുത്താണ്, മറ്റേത് കറുത്താണ്. ഉഷസ്സും രാത്രിയും. അവർ പരസ്പരം ഏറ്റുമുട്ടൊന്നുമില്ല. വളരെ അച്ചടക്കത്തോടുകൂടി ഒന്ന് പോകും മറ്റേത് വരും, മറ്റേത് പോകും ഇത് വരും. അവർ തമ്മിൽ ഏറ്റുമുട്ടുന്നില്ല. വളരെ ലളിതമാണ്. ഇനി 4 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 113-4 പാസ്വതി നേത്രേ സുനിർദാനാം ചേതി ചിത്ര വിദുരോന ആവ പ്രാപ്യ ജഗത് ഉനോ രായോ അഖ്യദുഷ അജീകർ ഭുവനാനി വിശ്വ. സ്തുതികളെ പ്രാപിച്ച് കാന്തിമതിയായ ഉഷസ് ആഗതയായി. അവൾ നമുക്ക് വേണ്ടി കർമ്മക്ഷേത്രത്തിന്റെ വാതിലുകൾ തുറന്നിട്ടു. ലോകത്തെ കർമ്മങ്ങളിലേക്ക് പ്രേരിപ്പിച്ച് സമ്പത്തുകളെ പ്രകടമാക്കി അവൾ എല്ലാ ഭുവനങ്ങളെയും പ്രകാശത്താൽ പൂർണ്ണമാക്കി. സ്തുതികൾ പ്രാപിച്ചു. സ്തുതികളോടുകൂടി, സ്തുതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ഒരു സയൻസ് ഉണ്ട്. എങ്ങനെയാണ്? സൂര്യൻ ഉദിച്ചു വരുമ്പോൾ അതിൻ്റെ പ്രഭ അല്ലെങ്കിൽ അതിൻ്റെ ആകർഷണബലം ഈ ലോകത്തിലുള്ള എല്ലാത്തിനെയും പ്രേരിപ്പിക്കുന്നത്. അതിൻ്റെ പിന്നിൽ ഒരു സയൻസ് ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജ്യോതിഷമുള്ളത്. അതാണ് സ്തുതികൾ എന്ന് പറഞ്ഞത്. സ്തുതികൾ എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങൾ. ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനന സമയം അടിസ്ഥാനമാക്കിയിട്ടാണ് എല്ലാം കണക്കൂട്ടുന്നത്. അപ്പോൾ സ്തുതികളെ പ്രാപിച്ച് സുന്ദരിയായ ഉഷസ് എന്ത് ചെയ്യുന്നു? അവൾ വന്നു, അതായത് ഉദിച്ചു. അപ്പോൾ നമുക്ക് വേണ്ടി കർമ്മക്ഷേത്രത്തിൻ്റെ വാതിലുകൾ തുറന്നു എന്ന് പറയുകയാണ്. അപ്പോൾ മുതലാണ് നമ്മൾ കർമ്മത്തിനായി ആക്ടിവേറ്റ് ചെയ്യുന്നത്. നമ്മൾ അറിയുന്നില്ല. നമ്മൾ അറിയാതെ തന്നെ ആ ഉഷസ് അല്ലെ സൂര്യൻ്റെ ബലം, ഉദിച്ചിൽ ഉയരുന്ന ആ സൂര്യൻ്റെ ബലം നമ്മളെ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നുണ്ട്. അത് വരുമ്പം തന്നെയാണ് പക്ഷികളെല്ലാം വിട്ട് ഒരു വിഭാഗം പക്ഷികൾ ഉറക്കത്തുനിന്ന് എണീച്ചിട്ട് ബഹളം കൂട്ടിക്കൊണ്ട് അതാത് വഴിക്ക് പോകും. വേറെ ചിലത് രാത്രി വരുന്ന സാധനങ്ങളെല്ലാം ഉണ്ടല്ലോ, കടവാതിൽ എന്നെല്ലാം പറയുന്ന സാധനങ്ങൾ, അതന്നേരം തിരിച്ച് പോകും. അപ്പം എല്ലാത്തിനെയും പ്രേരിപ്പിക്കുകയാണ്. അത് വരുമ്പോൾ നമ്മുടെ കർമ്മത്തിൻ്റെ വാതിലുകൾ തുറക്കുകയാണ്. ലോകം കർമ്മത്തിലേക്ക് പോവുകയാണ്. അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ ഉഷസ് വരുന്ന അനുസരിച്ചാണ്. അപ്പം അതും ഉഷസ്സും തമ്മിൽ എന്തുണ്ട്? ഒരു ലിങ്കുണ്ട്. അത് ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലാക്കണം. ഡീപ്പായിട്ട് അതിൻ്റെ അകത്ത് കടന്ന് മനസ്സിലാക്കണം. സൂര്യൻ വരുമ്പോഴാണ് നമ്മൾ കർമ്മത്തിന് ചാടിപ്പിടിച്ച് എണീക്കുന്നത്. പിന്നെയോ ലോകത്തെ കർമ്മത്തിലേക്ക് പ്രേരിപ്പിച്ച് അപ്പോഴത് എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ആളെയും ലോകത്തിലുള്ള എല്ലാവരെയും എല്ലാ ജീവജാലങ്ങളെയും കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നുണ്ട്. സമ്പത്തുകൾ, അതിലൂടെയാണ് സമ്പത്ത് ഉണ്ടാകുന്നത്. കർമ്മം ചെയ്യുമ്പോൾ പുരോഗതി ഉണ്ടാകും, സമ്പത്തുണ്ടാകും. അതെല്ലാ വീട്ടിലും പ്രകാശങ്ങളും കൊണ്ട് നിറക്കുന്നു. അത് എല്ലാ വീട്ടിലും പ്രകാശം എത്തിക്കുന്നു. ഇങ്ങനെ 2 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന് പ്രകാശം എത്തിക്കുന്നു, പിന്നെ എല്ലാവരെയും കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നു. ഇതെല്ലാം കുറച്ച് ജ്യോതിഷമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇത് നമുക്ക് 5 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 113-3 113-5 ജിഷ്മശ്വേ ചരിദേവമഖോന്യ ഭോഗയ ഇഷ്ടയേ രായ ഊത്വം ഭദ്രം പശ്യത്യ ഉർവിയാ വിചക്ഷ ഉഷാ അജീകർഭുവനാനി വിശ്വ. ചുരുണ്ടി കൂടി ഉറങ്ങിയിരുന്നവരെ
ഈ ധനേശ്വരിയായ ഉഷസ് ചൈതന്യമുള്ളവർ ആക്കുന്നു. ഭോഗം, പൂജ, ധനം, വൃഷ്ടി, ആരോഗ്യം എന്നിവയാൽ അവൾ പ്രേരണ ചെലുത്തിക്കൊണ്ട് എല്ലാ ഭുവനങ്ങളെയും പ്രകാശത്താൽ നിറയ്ക്കുന്നു. ചുരുണ്ടുകൂടി കിടന്നുറങ്ങിയിരിക്കുന്ന ആൾക്കാരെ ധനൈശ്വരിയായ ഉഷസ്, എല്ലാ ധനവും ഉഷസ്സാണ് നൽകുന്നത്. ധനത്തിന്റെ ദേവതയാണ് ഉഷസ് എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്. എല്ലാവരെയും എണീപ്പിച്ചിട്ട് കർമ്മം ചെയ്യിപ്പിച്ചിട്ട് ധനം കൊടുക്കുകയാണ്. എന്നിട്ട് എന്താക്കുന്നു? ചൈതന്യമുള്ളവരാക്കുന്നു. ധനവും കൊടുക്കുന്നു, അവരെ ചൈതന്യമുള്ളവരാക്കുന്നു. ഭോഗം, പൂജ, ധനം, വൃഷ്ടി, ആരോഗ്യം എന്നിവയാൽ അവൾ പ്രേരണ ചെലുത്തുന്നു. പലതരത്തിൽ ഭോഗസുഖം അനുഭവിക്കാൻ പ്രേരിപ്പിക്കും, പൂജകൾ നടത്താം. പൂജ എന്ന് പറഞ്ഞാൽ നമ്മളെ പൂജ എന്നൊന്നുമല്ല, നമ്മൾ കർമ്മം ചെയ്യുക. ദേവതകൾക്കായിട്ടാണ് വസ്തുക്കൾ അർപ്പിക്കുന്നത്. അഗ്നിക്കാണ് നമ്മൾ അരിയും വെള്ളമെല്ലാം കൊടുക്കുന്നത് ചോറുണ്ടാക്കാൻ. ഇതെല്ലാം പൂജകളാണ്. അഗ്നിക്ക് അർപ്പിച്ചു കഴിഞ്ഞാൽ അഗ്നി നമുക്ക് ഫലം തരും. അഗ്നിക്ക് അരിയും വെള്ളവും കൊടുത്തു കഴിഞ്ഞാൽ, പാത്രത്തിലെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അഗ്നി നമുക്ക് ചോറ് തരും. ഇതെല്ലാം ദേവതകൾക്കാണ്. നമ്മൾ ദേവതകൾക്ക് ഇന്ദ്രനെല്ലാം കൊടുക്കുന്നത്. അവരാണ് നമുക്ക് അതിൻ്റെ ഫലം തരുന്നത്. അതാണ് പൂജ. അല്ലാതെ വേറെ അർത്ഥത്തിൽ ചിന്തിക്കുന്നതൊക്കെ കാര്യമില്ല. അപ്പോൾ ധനം നൽകും, ധനത്തിന് പ്രേരിപ്പിക്കും. വൃഷ്ടി, മഴ പെയ്യിക്കുന്നതിനെല്ലാം. ആരോഗ്യം, നമ്മുടെ ആരോഗ്യം എല്ലാ ഈ ഗ്രഹങ്ങളുടെ ചലനവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. എന്നിട്ട് എല്ലാ വീട്ടിലും അതിനു വേണ്ട വെളിച്ചു പ്രദാനം ചെയ്യും. ഇനി 6 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 113 6. ക്ഷത്രായ ത്വം ശവസേ ത്വം മഹീയ ഇഷ്ടയേ ത്വം അർത്ഥമിവ ത്വമിത്യൈ വിസദൃശ ജീവിതാഭിപ്രജക്ഷ ഉഷാ അജീഗർഭുവനാനി വിശ്വാ. ഭരണം, യശസ്, യജ്ഞം, ആപേക്ഷിത കാര്യങ്ങൾ, ജീവസന്ധാരണം എന്നിവയിലേക്ക് മനുഷ്യരെ പ്രേരിപ്പിക്കുന്നവളായ ഉഷസ് എല്ലാ ലോകങ്ങളുടെ മേലും അധികാരം നടത്തുന്നു. എല്ലാ ലോകങ്ങളുടെ മേലിലും അവളെ അധികാരം ചെലുത്തിക്കൊണ്ട്, ലോകത്തിലെ എല്ലായിടത്തും ഉഷസ് അധികാരം ചെലുത്തിക്കൊണ്ട് എന്ത് ചെയ്യാണ്? ഭരണം നടത്തുന്നു. ഭരണാധികാരികളെല്ലാം വീട്ടിൽ എല്ലാവരും തന്നെ അവരവരുടെ കർമ്മങ്ങൾ ഭരണം നടത്താൻ വേണ്ടി ആക്റ്റീവായിട്ട് ഇറങ്ങിത്തിരിക്കുന്നു. യശസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, യജ്ഞം നടത്താൻ വേണ്ടിയിട്ട്, പലതര കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ജീവസന്ധാനത്തിനായിട്ട് എല്ലാവരെയും മനുഷ്യരെ പ്രേരിപ്പിക്കുകയാണ്. ഈ ലോകത്തിലുള്ള എല്ലാവരെയും അവൾ കർമ്മത്തിനായിട്ട്, ധനം നേടാനായിട്ട്, യശസ് നേടാനായിട്ട് പ്രേരിപ്പിക്കുകയാണ്. ഇനി 7 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 113 യേഷാദിവോ ദുഹിത പ്രത്യദർശി വിച്ഛന്തി യുവതീ ശുക്രവാസാം വിശ്വസ്യേശാന പാർത്ഥിവസ്യ വസ്വ ഉഷോ അദ്വേഗ സുഭഗേ വിച്ഛ. ആ ഉജ്ജ്വല വസനയും യുവതിയും ആയവൾ എല്ലാ പാർത്ഥിവ സമ്പത്തുകളുടെയും സ്വാമിനിയാണ്. ആ ആകാശപുത്രി സൗഭാഗ്യത്തോടുകൂടി പൊട്ടിവിടരുന്നു. അവൾ ഇന്നിവിടെ വിരിയണമേ. ഈ ഉജ്ജ്വല ലേഡിയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. യുവതിയാണ് അവൾ. കാരണം ഉഷസ് ഏറ്റവും, അവൾക്ക് പ്രായമില്ല. കാരണം അവൾ ഭയങ്കര സുന്ദരിയായിട്ടാണ് അങ്ങനെ വരുന്നത്. രാവിലെ എപ്പോഴും യുവതിയാണ്, നല്ല ഉജ്ജ്വലവതിയുമാണ്. പിന്നെയോ എല്ലാ സമ്പത്തുകളുടെയും സ്വാമിനിയാണ്. ഈ ലോകത്തിലുള്ള എല്ലാ സമ്പത്തും ആ സൂര്യൻ ഉദിച്ചുകൊണ്ടാണ് എല്ലാവരും കർമ്മം ചെയ്യുന്നത്, നാട്ടിലെ പുരോഗതി ഉണ്ടാകുന്നത്, സമ്പത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാം അവളാണ് കൊണ്ടുതരുന്നത്. നമ്മളെ കൊണ്ട് പണി ചെയ്യിപ്പിച്ചിട്ട് സമ്പത്ത് ഉണ്ടാക്കിപ്പിക്കുകയാണ്. ആ ആകാശപുത്രി, ആകാശത്തിൻ്റെ പുത്രിയാണ്. സൗഭാഗ്യത്തോടുകൂടി പൊട്ടി വിടരുന്നു. സൗഭാഗ്യത്തോടു കൂടിയാണ് രാവിലെ പൊട്ടി അവൾ ദിവസവും പൊട്ടി വിടർന്നു വരുന്നത്. പൊട്ടി വിടർന്നു വരുന്ന മാതിരിയാണ് വരിക. ഇതെല്ലാം കവിഭാവനയിലാണ്. അല്ലാതെ ആകാശത്തിൻ്റെ പുത്രി, കഥ എന്ന് പറയുമ്പോൾ ആകാശത്തിനൊരു പുത്രി ഉണ്ടായിരുന്നു, എന്നിട്ട് ഒരു സാരിയെല്ലാം ഉടുപ്പിച്ചിട്ട് ഇങ്ങനെയെല്ലാം ഭാവന ചെയ്ത് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അവൾ ഇന്നിവിടെ പൊട്ടി വിടരണേന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലും പ്രകാശം ഇങ്ങനെ പൊട്ടി
വിടരണേ. ഇതൊരു കവിഭാവനയെ കുറിച്ച് പറയുകയാണ്. അതേസമയം അതിൽ ജ്യോതിഷപരമായിട്ട കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കണം. ഇനി 8 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 113 8 പരായതീനാം അന്വേതി പാർത്ഥ ആയതീനാം പ്രഥമാശശ്വതീനാം വിച്ഛന്തി ജീവം ഉദരയന്തു ഉഷാമൃതം കഞ്ചന ബോധയന്തി. നിത്യവും വന്നുകൊണ്ടിരിക്കുന്ന ഉഷസ്സുകളിൽ ഈ ഉഷസ് കഴിഞ്ഞുപോയ ഉഷസ്സുകളുടെ മാർഗങ്ങൾ കൂടെ തന്നെ ചലിക്കുന്നു, ജീവിതത്തിന് പ്രേരണ നൽകുന്നു. ഈ ഉഷസ് മൃതനായവന് പോലും ചൈതന്യവും പ്രദാനം ചെയ്യുന്നു. നിത്യവും വന്നുകൊണ്ടിരിക്കുന്ന ഉഷസ്സുകളിൽ ഈ ഉഷസ് കഴിഞ്ഞ ഉഷസ്സുകളുടെ മാർഗത്തിൽ കൂടി തന്നെയാണ് വരുന്നത്. ഇവിടെ ദിവസവും കയറി വരുന്നുണ്ട്. അതിന് മുമ്പിലുള്ള ഉഷസ് പോയ അതേ വഴിയിലൂടെ തന്നെയാണ് ഇവളും പൊട്ടി വിടരുന്നത്. ഒരു പുതിയ യുവതിയായിട്ട് പുറത്തു വരികയാണ്. കഴിഞ്ഞ യുവതി പോയി മറഞ്ഞു, പിന്നെ ഇവള് ആദ്യം പൊട്ടി വിടരുകയാണ്. അതേപോലെ തന്നെ അവളുടെ കഴിഞ്ഞുപോയ ഉഷസ്സിന്റെ മാർഗത്തിൽ കൂടി തന്നെയാണ് വരുന്നത്. എന്നിട്ട് ജീവനെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് പ്രേരണ നൽകുന്നു. അത് നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. ആ സത്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗ്രഹങ്ങൾ, അതിൻ്റെ മുന്നിലുള്ള ആ ബലം, അതാണ് ഉഷസ്. അത് നമ്മളെ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നുണ്ട്. നമ്മളെ നാഡികളിലൂടെ ചിന്തകളെ അത് സ്വാധീനിക്കുന്നുണ്ട്. ആ ഒരു ശാസ്ത്ര സത്വം മനസ്സിലാക്കണം. അല്ലാതെ വെറുതെ നമുക്ക് അവൾ വരുമ്പോൾ നമ്മൾ ചാടി അടിയിക്കുന്നു എന്നുള്ള നിലയിൽ മാത്രം അതിനെ എടുത്തേക്കരുത്. ഈ ഉഷസ് മൃതനായവന് പോലും ചൈതന്യം പ്രദാനം ചെയ്യുന്നു. മരിച്ചവന് പോലും അവളെ ചൈതന്യം നൽകും എന്ന് പറയുമ്പോൾ, ഒരാൾ മരിച്ചാൽ പിന്നെ ജനിക്കുന്നതും അവളുടെ പ്രേരണയാൽ തന്നെയാണ്. അവളാണ്, സൂര്യൻ തന്നെയാണ് മരിച്ച ഒരു വ്യക്തിക്ക് വേറൊരു പുനർജന്മവും നൽകുന്നത്. ഇനി 9 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 113 9 ഉഷോയതനീം സമിധേ ച കർത്ത വിയദാവശ്ചക്ഷസാ സൂര്യസ്യ യന്മാനുഷാന്യക്ഷമാണാം അജീഗസ്തദ്ദേവേഷു ചകൃഷേ ഭദ്രമഗ്നേ. ഉഷസ് കവിർദാതാവിന് വേണ്ടി അഗ്നിയെ പ്രദീപ്തമാക്കുകയും സൂര്യപ്രകാശത്തിൽ അന്ധകാരത്തെ നശിപ്പിക്കുകയും ചെയ്ത് യജ്ഞത്തിൽ വ്യാപൃതമായ മനുഷ്യനു വേണ്ടി പ്രകാശം നൽകുന്നു. ഉഷസിന്റെ ഈ പ്രവൃത്തി ദേവഗണങ്ങൾക്കും ഹിതകരം ആകണമേ. പറയുകയാണ്, നീ ഹവിർദാതാവിന് വേണ്ടി. അപ്പൊ നമ്മൾ രാവിലെ എണീറ്റിട്ട് ഹവിർദാതാവ് ദേവതകൾക്ക് ഹവിസ്സെല്ലാം അർപ്പിക്കും. ആർക്കെല്ലാണ് അർപ്പിക്കുക? അഗ്നിക്കാണ് രാവിലെ കൊടുക്കുക. എന്തെല്ലാം കൊടുക്കും? അഗ്നിക്ക് ചായപ്പൊടിയും കൊടുക്കും, വെള്ളമെല്ലാം കൊടുക്കും, പൂജ ചെയ്യും, അഗ്നിയെ പൂജ ചെയ്യും, അഗ്നിക്ക് പൂജ അർപ്പിക്കും, അഗ്നിക്ക് വേണ്ടിയെല്ലാം കൊടുക്കും. എന്താണ്? പാത്രം കൊടുക്കും, ഗ്യാസ് കൊടുത്തിട്ട് കത്തിക്കും, എന്നിട്ട് അതിന് തിന്നാൻ വേണ്ടിയിട്ട് വെള്ളവും കൊടുക്കും, ചായപ്പൊടിയും പാലും എല്ലാം കൊടുക്കും. അത് നമുക്ക് ചായ തരും, സന്തോഷിക്കും. അപ്പം ഹവിർദാതാവിന് വേണ്ടി അഗ്നിയെ പ്രദീപ്തമാക്കി. അപ്പൊ അഗ്നിക്ക് ജന്മം നൽകിയതും പ്രേരിപ്പിച്ചതും അവൾ തന്നെയാണ്. സൂര്യനിൽ നിന്ന് തന്നെയാണല്ലോ ചൂട് അഗ്നിയെല്ലാം ഉണ്ടായിരിക്കുന്നത്. സൂര്യൻ്റെ കൂടെ തന്നെ, ആ ഉഷസിൻ്റെ കൂടെ തന്നെ ആ ചൂട് ഇങ്ങനെ ക്രമത്തിൽ വരുന്നുണ്ട്. അപ്പൊ അഗ്നിയെ പ്രദീപ്തമാക്കിയതും അവൾ തന്നെയാണ്. സൂര്യപ്രകാശത്തോടുകൂടി അവൾ എന്ത് ചെയ്ത്? അപ്പൊ അവൾ അഗ്നിയെയും പ്രദാനം ചെയ്തു, സൂര്യൻ്റെ അഗ്നിയെയും പ്രദാനം ചെയ്തു, നമുക്ക് വെളിച്ചവും തന്നു. കർമ്മങ്ങൾ ചെയ്യാൻ ഇരുട്ടത്തിരുന്ന് ചെയ്യേണ്ട, വെളിച്ചം ഇതാ പിടിച്ചോന്ന് പറഞ്ഞത്. അന്ധകാരത്തെ നശിപ്പിക്കുകയും ചെയ്ത് യജ്ഞത്തിൽ മുഴുകിയിരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി പ്രകാശം നൽകി. യജ്ഞം ചെയ്യുന്ന മനുഷ്യർക്ക് നിങ്ങൾ വെളിച്ചവും കണ്ടിട്ട് കർമ്മം ചെയ്താൽ മതി. അപ്പം അവൾ വരുന്നത് എന്താണ്? അതിൻ്റെ കൂടെ അഗ്നിയും തരുന്നുണ്ട്, ഊർജവും തരുന്നുണ്ട്, പിന്നെ എന്തും തരുന്നുണ്ട്? നമുക്ക് പ്രകാശവും തരുന്നുണ്ട്. നീ ഇരുട്ടത്തിരുന്നൊന്നും ജോലി ചെയ്യണ്ട, പ്രേരിപ്പിച്ചിട്ട് നീ വെളിച്ചവും കണ്ടുകൊണ്ട് തന്നെ ജോലി ചെയ്തോ. നിന്റെ ഈ പ്രവൃത്തി ദേവഗണങ്ങൾക്കും ഹിതകരമാണ്. എല്ലാ ദേവതകളും, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ഈ സൂര്യൻ്റെ ആകർഷണ ബലത്തിനനുസരിച്ചാണ് ചലിക്കുന്നത്. ഇനി 10 ഋഗ്വേദം മണ്ഡലം 1
സൂക്തം 113-10. കിയാത്വാ യത് സമയാ ഭവാദി യാ വിഷുര്യാശ്ച നൂനം വിക്ഷാൻ അനുപൂർവാ കൃപതേ വാവശാനാ പ്രതിധ്വാന ജോഷ്യമന്യാഭിരേതി. കഴിഞ്ഞുപോയ ഉഷസ്സുകളും ഇപ്പോൾ ഉദിച്ചുകൊണ്ടിരിക്കുന്ന ഉഷസ്സും നികടസ്ഥമായ ഉഷസ്സും എത്ര നേരം നിലനിൽക്കും? കഴിഞ്ഞുപോയ ഉഷസ്സിനെ പറ്റി ഇത്രയും ചിന്തിക്കുന്ന നാം വരുവാനിരിക്കുന്നതിനെ പറ്റി സന്തുഷ്ടരാകുന്നു. ഈ ഉഷസ് എന്തെല്ലാം ഉണ്ട്? കഴിഞ്ഞു പോയ ഉഷസ്സുണ്ട്. ഇന്നലെ ഒരു ഉഷസ് വന്നിട്ട് നമ്മളെ എണീപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദിച്ചുകൊണ്ടിരിക്കുന്ന ഉഷസ്സുണ്ട്. പിന്നെ ഇനി നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഉഷസ്സും ഉണ്ട്. ഇതെല്ലാം എത്ര നേരം നിലനിൽക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും അധികം നിലനിൽക്കുന്നില്ല. ഇന്നലെ വന്ന ഉഷസ് അതിൻ്റെ ജോലിയും ചെയ്തിട്ട് അവിടെ പോയി. രാവിലെ വേറൊരു ഉഷസ് വരികയാണ്. അങ്ങനെ ആ ഉഷസ് വന്നും പോയി ഇരിക്കുകയാണ്. അതിനനുസരിച്ച് നമ്മൾ കർമ്മം ചെയ്യുകയും ചെയ്യുന്നു, പോയി കിടന്നുറങ്ങുകയെല്ലാം ചെയ്യുന്നു. ഇത് എത്ര കാലം നിലനിൽക്കുമെന്ന് ചോദിക്കുകയാണ്. അത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, അല്ലാതെ എപ്പോഴും ഉഷസ്സായിട്ട് അങ്ങനെ നിൽക്കുന്നില്ല. കഴിഞ്ഞ ഉഷസ്സിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നു, വരാൻ പോകുന്ന ഉഷസ്സിനെ പറ്റി നമ്മൾ സന്തുഷ്ടരാകുന്നു. കഴിഞ്ഞതിനെ പറ്റി നമ്മൾ ആലോചിക്കുന്നുണ്ട്. കഴിഞ്ഞ ഉഷസ് നമ്മൾ എന്തെല്ലാം കഴിഞ്ഞ ദിവസം ചെയ്യിപ്പിച്ചത്. ഇപ്പോഴത്തെ ഉഷസ് വരുമ്പോൾ നമ്മൾ സന്തോഷമായിട്ട് റെഡിയായി നിൽക്കുകയാണ്, എന്തെല്ലാം കിട്ടാനുണ്ട് എന്നുള്ള ചിന്തയിൽ. ഇനി 11. ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 113-11. ഈയുഷ്ടയേ പൂർവതരാം അപശ്യന്യ ഉച്ഛന്തി മുഷസം മർത്യാസഹ അസ്മാഭിരൂനു പ്രതിചക്ഷ്വാ പുരോ തേ യന്തി യേ അപരീഷു പശ്യാൻ. യാതൊരുത്തൻ പുരാതനമായ ഉഷസ്സുകൾ വികസിക്കുന്നത് കാണുന്നുവോ അവൻ മരിച്ചു കഴിഞ്ഞു. ഇപ്പോഴത്തെ ഉഷസ്സിനെ നാം ദർശിക്കുന്നു. ഇനി വരാനിരിക്കുന്ന ഉഷസ്സുകളെ മേലിൽ ജനിക്കാനിരിക്കുന്നവരും ദർശിക്കും. യാതൊരുത്തൻ പുരാതനമായ ഉഷസ്സിൽ വികസിച്ചിരുന്നുവോ, ഇല്ലേ വികാസത്തെ ദർശിച്ചിരുന്നുവോ? കഴിഞ്ഞ കാലത്തുള്ള മനുഷ്യരെല്ലാം ആ ഉഷസ്സിലാണ് അവരെ പുരോഗതി പ്രാപിച്ചത്. ഉഷസ് അവരെ പ്രേരിപ്പിച്ച്, എഴുന്നേൽപ്പിച്ച്, കർമ്മം ചെയ്യിപ്പിച്ച് അവർക്ക് നല്ല പുരോഗതിയെല്ലാം ഉണ്ട്, വികാസം എല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അവർ പിന്നെ എന്തായിപ്പോയി? മരിച്ചുപോയി. ഇപ്പോഴുള്ള ഉഷസ് നമ്മൾ ദർശിക്കുന്നു, ഇപ്പോഴുള്ള ഉഷസ്സിനെ നമ്മൾ ദർശിക്കുകയാണ്. വരാനിരിക്കുന്ന ഉഷസ്സിനെ മേലിൽ ജനിക്കുന്നവരായിരിക്കും ദർശിക്കുക. അപ്പം പണ്ടത്തെ ഉഷസ്സിനെ നമുക്ക് കാണാൻ പറ്റില്ല, നമ്മളെ പൂർവികർ കണ്ടു. ഇന്നുള്ള ഉഷസ്സിനെ നമ്മൾ കാണുന്നു. ഈ ഉഷസ് നാളെയും വരും, പക്ഷെ അന്ന് നമ്മളുണ്ടാവില്ല. പിന്നെ ഇനി ജനിക്കുന്നവരായിരിക്കും അവരെ കാണുക. എത്ര ലളിതമായിട്ടാണ് ഋഗ്വേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആരാ പറഞ്ഞ ഇതെല്ലാം ഇത്രയും പ്രയാസമുള്ളതാണ്? വളരെ സിമ്പിൾ. ഇനി 12. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 113-12. യാവയദ്വേഷായ് ഋതപാ ഋതേജ സുമ്നാവരി സുനൃത ഈരയന്തി സുമംഗലിർബിഭ്രതി ദേവവീതിം വിഹാദ്വേഷ ശ്രേഷ്ഠതമാ വിച്ഛാം. സത്യത്തെ പാലിക്കുന്നവളും നിയമങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന സ്തുതികളുടെ പ്രേരകയും ദേവതകൾക്ക് വേണ്ടി ഹവിസിനെ വഹിക്കുന്ന ശ്രേഷ്ഠയുമായ ഉഷസ് ഇന്നിവിടെ പ്രത്യക്ഷമാകണമേ. ഈ ഉഷസ് സത്യത്തെ പാലിക്കുന്നവരാണ്. പല അർത്ഥത്തിലെടുക്കാം. ഉഷസ് വന്നും പോയിരിക്കുന്നത് ഒരു ശാസ്ത്രം, അതിന് തോന്നുന്ന മാതിരി ഒന്നും അത് ചെയ്യില്ല. സയൻസിലൊരു ക്രമമുണ്ട്, ആ സമയത്ത് തന്നെയാണ് അതുപോലെ വരിക. ജ്യോത്സ്യനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് എത്ര മണിക്കാണ് തിരുവനന്തപുരത്ത് ഉഷസ് പ്രത്യക്ഷപ്പെടുന്നതെന്ന് ചോദിച്ചാൽ അയാൾ കണക്കൂട്ടിയിട്ട് പറയും. ആ സമയത്ത് അവളവിടെ എത്തിയിരിക്കും. സത്യത്തെ പാലിക്കുന്നവരാണ്. അതുമാത്രമല്ല, കാലമാണ് ലോകത്തെ നയിക്കുന്നത്. അധർമ്മികളെയെല്ലാം കൊന്നൊടുക്കുന്നതും ഉഷസ് തന്നെയാണ്. പ്രേരിപ്പിച്ചിട്ട് യുദ്ധം നടക്കുന്നതിന് പിന്നിലും ഈ ഉഷസ്സാണ്. അപ്പം അധർമ്മികളെല്ലാം കൊന്നൊടുക്കിയിട്ട് അവസാനം സത്യം ജയിക്കും.
അപ്പം സത്യം പാലിക്കുന്നവരാണ് അവർ. നിയമങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. സ്തുതികളുടെ പ്രേരകയും ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവളെ എല്ലാവരെയും കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നത്. അവളെ നമ്മുടെ നാഡികളിലൂടെ നമ്മളെ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നത് ഒരു പ്ലാൻ അനുസരിച്ചിട്ട്, ജീവാത്മാവ് എന്ന പ്ലാൻ അനുസരിച്ചിട്ട് ആ ഉഷസ് നമ്മളെ നാഡികളിലൂടെ ഓരോ ദിവസവും ചെയ്യേണ്ട കർമ്മങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം കുറച്ച് കടന്ന വിഷയമായിപ്പോൾ. ദേവകൾക്ക് വേണ്ടിയിട്ട് ഹവിസിനെ വഹിക്കുന്നു. എല്ലാ ഹവിസുകളെയും വഹിക്കുന്നത് അവൾ തന്നെയാണ്. ചെടികൾക്ക് വേണ്ടതെല്ലാം രാവിലെ ഉദിച്ചിട്ട് വായു കൊണ്ടെത്തിക്കുന്നുണ്ട്. വായു അവിടെ എത്തും, ജലം എത്തും, എല്ലാ ദേവതകൾക്ക് എത്തിച്ചു. ഈ ചെടിയെല്ലാം ദേവതകളാണല്ലോ. അതിന് വേണ്ട വെള്ളവും കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ട സംവിധാനം, നിയമങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ചെടികൾക്ക് വേണ്ട വെളിച്ചം കിട്ടും, കിട്ടേണ്ട വേരിലൂട്ട കിട്ടേണ്ട എല്ലാം കിട്ടും, അത് കായ്ക്കും. അതെല്ലാം നിയമപ്രകാരം അവർ ചെയ്തു കൊള്ളും. അതുകൊണ്ട് അങ്ങനെ സർവശ്രേഷ്ഠയായ അവളോട് ഇന്നിവിടെ പ്രത്യക്ഷമാകണേ എന്ന് പറയുകയാണ്. അതായത് ഇന്നത്തെ ദിവസം ഉദിച്ചു വരുമല്ലോ, അത് പറയുന്നുമുണ്ട്, അവൾ വന്നോളൂ, എന്നാലും പറയുകയാണ്. 13 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 113 ശശ്വത്പുരോഷാവ്യുവാസ ദേവ്യഥോ അദ്യേദം വ്യാവോ മഖോനി അധോ ഉച്ചാദുത്തര അനു ദ്യൂനജ്ജരാമൃതാചരതി സ്വധാഭിः. പ്രാചീന കാലത്ത് ധനയുക്തമായ ഉഷസ് പ്രകടമായിരുന്നു. ഇന്ന് ഈ ഉഷസ് ലോകത്തെ പ്രകാശിതമാക്കുന്നു. ഭാവിയിലും ഉഷസ് വികസിക്കും. അജരയും അമരയുമായ ഉഷസ് തന്നിഷ്ടമായി സഞ്ചരിക്കുന്നു. പ്രാചീന കാലത്ത് ധനയുക്തയായ ഉഷസ് പ്രകടമായിരുന്നു. അതായത് പ്രാചീന കാലത്ത് ആ മനുഷ്യർക്ക് വേണ്ട എല്ലാ ധനങ്ങളും സമ്പത്തുകളും അവൾ പ്രകടനമാക്കി. അവളാണല്ലോ സമ്പത്തിൻ്റെ എല്ലാ അധികാരി. മനുഷ്യരെ കൊണ്ട്, ജീവജാലങ്ങളെ കൊണ്ടെല്ലാം കർമ്മം ചെയ്ത് അവർക്ക് വേണ്ട സാധനങ്ങൾ നേടിക്കൊടുത്തിരുന്നു. ഇന്ന് ഇവള് നമ്മളെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. നമുക്ക് വേണ്ട വെളിച്ചവും അത് ഇതെല്ലാം തന്നു, ഊർജ്ജമെല്ലാം തന്നു, നമ്മളെ നാടികളിലൂടെ നമ്മളെ കർമ്മത്തെ പ്രേരിപ്പിച്ചിട്ട് നമുക്കത് നടയെല്ലാം നേടിത്തരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാവിയിലും നീ വികസിക്കും. ഭാവിയിലും ലോകത്തെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യരിലൂടെ പ്രേരിപ്പിക്കും. എല്ലാവരുടെയും അജരയും അമരയുമായ ഉഷസ് തന്നിഷ്ടമായി സഞ്ചരിക്കും. സ്വന്തം ഇഷ്ടപ്രകാരമാണ് അവൾ സഞ്ചരിക്കുന്നത്. അവളങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും അവളെ ഇഷ്ടത്തിന്. പക്ഷേ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സഞ്ചരിക്കുന്നത്. ഇനി 14 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 113-14 വ്യഞ്ജ്യഭിർദിവാ ആദാസ്വ ദൗദവ കൃഷ്ണാം നിർണിജം ദേവ്യാവാ പ്രബോധായ അന്ത്യരുണേഭിരൈശ്വൈരോഷായാതി സുയുജാ രഥേന. ഉഷസ് അതിൻ്റെ തേജസ്സോടുകൂടി ആകാശത്തിൽ മിന്നിത്തെളിഞ്ഞു. അവൾ കൂരിരുട്ടിനെ അകറ്റിക്കളഞ്ഞു. ജീവികൾക്ക് ചൈതന്യം പകർന്നുകൊണ്ട് അവൾ അരുണാശ്വങ്ങളോടുകൂടിയ രഥത്തിലിരുന്ന് കടന്നു പോകുന്നു. ഉഷസ് തേജസ്സോടുകൂടി ആകാശത്തിൽ മിന്നിത്തെളിഞ്ഞുകൊണ്ടാണ് അവൾ വരുന്നത്. അവൾ കൂരിരുട്ടിനെ അകറ്റും. അവൾ വരുമ്പോൾ കൂരിട്ട് അങ്ങ് ഇല്ലാതെയാകും. ജീവികൾക്ക് ചൈതന്യം പകരും. ജീവികളെല്ലാം ആക്റ്റീവായിട്ട് രാവിലെ പക്ഷികളുടെ എല്ലാം ശബ്ദം ശ്രദ്ധിച്ചാൽ മതി. ഇവൾ വരുന്ന സമയത്ത് വീട്ടുകാരെല്ലാം ചാടി എണീക്കുന്ന, അടുക്കളയിലുള്ള ഒച്ചപ്പാട്, അവിടുത്തെ ഒച്ചപ്പാട്, ഇവിടുത്തെ ഒച്ചപ്പാട്, പിള്ളേരുടെ ബഹളം എല്ലാം എന്തെല്ലാം ആയിരിക്കും രാവിലെ. അതുമാതിരി വാഹനങ്ങളുടെ സഞ്ചാരം അത് ഇതെല്ലാം രാവിലെ ആകും തോറും എല്ലാവരും ഭയങ്കരമാണ് അവൾ വരുമ്പോൾ. അപ്പം അവർക്കെല്ലാം ചൈതന്യം പകർന്നുകൊണ്ട് അരുണ രൂപത്തിലുള്ള അശ്വങ്ങളോടുകൂടി, അരുണാശ്വം എന്ന് പറയുമ്പോൾ ആ വെളിച്ചം, അശ്വം എന്ന് പറഞ്ഞാൽ കുതിര എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു കുതിരശക്തി, ബലം. അപ്പം സൂര്യപ്രകാശവും ബലമാണ്. വെളിച്ചത്തിന് കളറുകളുണ്ട്, നിറങ്ങളുണ്ട്, അത് ഊർജമാണ്.
അവൾ രഥത്തിലേറി വരുന്നു എന്ന് പറഞ്ഞാൽ സൂര്യരഥത്തിലേറിയിട്ടാണ് അവൾ കയറി വരുന്നത്. കാലമാകുന്ന ചക്രത്തിൽ കൂടിയാണ് അവൾ വരുന്നത്. ഇതെല്ലാം കവിഭാവനയിൽ പലയിടത്ത് പറയാം. കാലമാകുന്ന രഥത്തിൽ, അല്ലെ സൂര്യനാകുന്ന രഥത്തിൽ. സൂര്യൻ്റെ മുമ്പിലുള്ള വെളിച്ചമായതുകൊണ്ട് ഇനിയെല്ലാം അങ്ങനെ പറഞ്ഞു വിടുന്നതായിട്ട് കണ്ടാൽ മതി. കഥയിൽ വരുമ്പോൾ നല്ല വസ്ത്രമെല്ലാം, വെള്ള വസ്ത്രമെല്ലാം എടുത്തിട്ട് ഒരു തേരിൽ കയറിയിട്ട് രഥത്തിൽ എന്നെല്ലാം പറഞ്ഞ് ചിത്രീകരിക്കും. നമ്മളത് വരി എടുക്കുകയും ചെയ്യും. ഇവിടെ സംഗതി കവിഭാവനയിൽ ഇതിനെ വർണ്ണിക്കുന്നതായിട്ട് മാത്രമേ ഉള്ളൂ. ഇനി 15 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 113-15. ആവഹന്തി പോഷ്വാ വാര്യാണി ചിത്രം കേതും കൃണുതേ ചേകിദാന ഈയുഷീണാം ഉപമാശശ്വതീനാം വിഭാദീനാം പ്രഥമോഷ വ്യശ്യയിത്. പാലകയും അതുപോലെ വരണീയയുമായ ധനത്തെ നൽകുന്നവളായ ഈ ഉഷസ് ജ്ഞാനത്തിന്റെ ഉജ്ജ്വലപ്രകാശം വിതറിക്കൊണ്ട് വിഗതികളായ ഉഷസ്സിനേക്കാളും അത്യധികം മഹത്വം ഉള്ളവൾ ആയിരിക്കുന്നു. പാലിക്കുന്നവളും നമ്മളെ സംരക്ഷിക്കുക, അല്ലെങ്കിൽ ധനത്തെ സംരക്ഷിക്കുന്നവളും ധനത്തെ നേടിത്തരുന്നവളുമായ ഉഷസ് ജ്ഞാനത്തിൻ്റെ ഉജ്ജ്വല പ്രകാശം വിതറിക്കൊണ്ട്, അവൾ ജ്ഞാനം വിതറിക്കൊണ്ടാണ് വരുന്നത്. നമ്മളെ രാവിലെയാണല്ലോ ഇരുന്ന് സാധാരണ പഠിക്കുകയും ചെയ്യും. ഇപ്പം രാവിലെ പഠിക്കാനൊന്നും സമയം കിട്ടുന്നില്ല. പഠിക്കാൻ പറ്റിയ നല്ലൊരു സമയം രാവിലെ തന്നെയാണ്. അപ്പം രാവിലെ അവൾ വരുമ്പോൾ ജ്ഞാനം വിതറിക്കൊണ്ടാണ് വരുന്നത്. എല്ലാവർക്കും ജ്ഞാനം നൽകും. ആരെന്ത് കർമ്മം ചെയ്യേണ്ടി അതിൻ്റെ മുന്നിലൊരു സയൻസ് ഉണ്ടാകണമല്ലോ. നമ്മളിപ്പോൾ ഒരു ചായ ഉണ്ടാക്കേണ്ടിരിക്കുന്നത് നമ്മളെ ചായയൊക്കെ ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുമ്പോൾ അതിനുള്ള ജ്ഞാനവും നേടിയിട്ടല്ലേ നമുക്ക് ചായ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അവൾ ജ്ഞാനവും വിതറിക്കൊണ്ടാണ് വരുന്നത്. ജ്ഞാനത്തിൻ്റെ ഉജ്ജ്വല പ്രകാശം വിതറിക്കൊണ്ട് വരുന്ന അവള് അത്യന്തം മഹത്വമുള്ളവളാണ്. ഇനി 16 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 113-16. ഉദീർധ്വം ജീവോ അസുർണ ആഗാതപ പ്രാഗാത്തമ ആ ജ്യോതിരേതി ആരൈ പന്ഥാം യാദവേ സൂര്യയാഗന്മ എത്ര പ്രതിരന്ത ആയുഹോ. മനുഷ്യരോട് ഉണരാൻ പറയുന്നു. നമ്മുടെ എല്ലാവരുടെയും പ്രാണരൂപമായ സൂര്യൻ വന്നിരിക്കുന്നു. അന്ധകാരം അകന്നുപോയി. ഉഷസ് സൂര്യനു വേണ്ടി വഴിയൊരുക്കി. നാം ആയുസ്സിനെ വളർത്തുന്ന സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. മനുഷ്യരോട് പറയുകയാണ്, ഉണരുവിൻ. നമ്മുടെ എല്ലാവരുടെയും പ്രാണരൂപമായ സൂര്യൻ വന്നിരിക്കുന്നു. അപ്പോൾ ഉഷസ് വരുമ്പോൾ നമ്മളോട് പറയുകയാണ്, നിങ്ങൾ ഉണരുവിൻ മനുഷ്യരെ, നിങ്ങളുടെ പ്രാണരൂപമായ സൂര്യൻ വന്നിരിക്കുന്നു. നമുക്ക് പ്രാണൻ നൽകുന്ന ആരാണ്? സൂര്യനാണ്. ഇതെല്ലാം ഗ്രഹങ്ങളുടെ നമ്മുടെ ജീവന്റെ പ്രാണൻ എന്ന് പറയുന്നത് സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ആ സൂര്യൻ വന്നിരിക്കുന്നു. അന്ധകാരത്തെ അകറ്റിക്കൊണ്ട് സൂര്യന് വഴി തെളിയിക്കുകയാണ് ഉഷസ്. അപ്പം സൂര്യൻ വരുമ്പോൾ ഉഷസ് വന്നിട്ട് അന്ധകാരത്തെ പോന്നെന്നും പറഞ്ഞ അന്ധകാരത്തെ ഓടിച്ചുകൊണ്ട് സൂര്യന് വഴിയൊരുക്കുകയാണ്. ഇതെല്ലാം ഒരു കവികൾ വർണ്ണിക്കുന്ന മാതിരിയാണ് വർണ്ണിച്ചിരിക്കുന്നത്. എല്ലാം ഇതിലൊന്നും അതേ അർത്ഥത്തിലൊന്നും എടുക്കരുത്. അല്ലാതെ ഉഷസ് വന്നിട്ട് വഴി തെളിച്ചിട്ട് സൂര്യൻ ഇങ്ങനെ കൊണ്ടു നടക്കുന്നതൊന്നുമല്ല. അത് കവികളുടെ ഭാവനയിൽ ഉഷസ് വന്ന് സൂര്യൻ നമ്മുടെ പ്രാണനെ ശക്തിപ്പെടുത്തുന്നത് സൂര്യനാണ്. ആ സൂര്യൻ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ചാടി എഴുന്നേൽക്കും കട്ടിൽ നിന്ന്. ഇതാ ഉഷസ് വന്നിട്ട് സൂര്യന് വഴിയൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്ധകാരത്തെ മാറ്റിക്കൊണ്ട് ടോർച്ച് അടിച്ചു പോകുന്ന മാതിരി സൂര്യന് പോകാനുള്ള വഴി. സൂര്യന് വല്ലതിലും ഇരുട്ടത്ത് തപ്പിത്തടഞ്ഞിട്ട് എവിടെയെങ്കിലും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് മുമ്പിൽ ടോർച്ച് അടിച്ചുകൊണ്ട് ഉഷസ് അങ്ങനെ സഞ്ചരിക്കുകയാണ്. ആരെ കൊണ്ടുപോകാൻ? സൂര്യനെ കൊണ്ടുപോകാൻ. നമ്മുടെ ആയുസ്സിനെ വളർത്തുന്ന സ്ഥാനത്തെത്തിയിരിക്കുന്നു. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ചാടി എണീക്കുന്നത്. നമ്മളെ ആയുസ് അങ്ങനെ നീണ്ടു പോവുകയാണ്. ഇനി 17 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 113-17. മനാപാജ ഉദീയർദി വന്യസ്തവാനോ രേമ ഉഷാസോ വിഭാതി അദ്യാതദുച്ച ഗൃണതേ മഖോന്യസ്മേ ആയുർ നിധിദീഹി പ്രജാവത്.
കാന്തിമതിയായ ഉഷസ്സിനെ സ്തുതിക്കുന്നവർ തിരഞ്ഞെടുത്ത വാക്കുകൾ പ്രയോഗിക്കുന്നു. ഉഷസ് ഇന്ന് സ്തോതാവിനു വേണ്ടി പ്രത്യക്ഷയായി സന്തതിയുക്തമായ ആയുസ്സിനെ പ്രദാനം ചെയ്യുന്നു. അങ്ങനെ സുന്ദരിയായ ഉഷസ്സിനെ സ്തുതിക്കുന്നവർ, നമ്മൾ ഉഷസ്സിനെ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ യജ്ഞങ്ങൾ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഉഷസ് വരുമ്പോൾ ഉഷസ്സിൻ്റെ പ്രേരണയാൽ ശാസ്ത്രത്തിൻ്റെ സ്തുതികളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കർമ്മം ചെയ്യുകയാണ്, അവളെ തന്നെ സ്തുതിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. തിരഞ്ഞെടുത്ത വാക്കുകൾ പ്രയോഗിക്കുന്നു. തിരഞ്ഞെടുത്ത വാക്കുകൾ എന്ന് പറഞ്ഞാൽ വാക്കുകൾ എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ്, വിദ്യയാണ്, സയൻസാണ്. തിരഞ്ഞെടുത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ യജ്ഞം ചെയ്യുന്നത്. രാവിലെ തന്നെ തിരഞ്ഞെടുത്ത വാക്കുകൾ, ചായ ഉണ്ടാക്കേണ്ട വാക്കുകൾ, അത് ഉപയോഗിച്ചിട്ട് ചായ ഉണ്ടാക്കും. പിന്നെ ദോശ ഉണ്ടാക്കേണ്ട വാക്കുകളുണ്ട്, എങ്ങനെ ദോശ ഇടണം എന്നുള്ള വാക്കുകളുണ്ട്. വാക്ക് എന്ന് പറഞ്ഞാൽ ജ്ഞാനം എന്ന അർത്ഥത്തിലെടുക്കണം. ദോശ ഉണ്ടാക്കുന്ന ഒരു ജ്ഞാനമുണ്ട്, ആ ജ്ഞാനത്തിൻ്റെ വഴിയിലൂടെ നമ്മൾ ദോശ ഉണ്ടാക്കും. ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് യാന്ത്രികമായിട്ട് നടക്കുകയാണ്. ഇതിനെല്ലാം പിന്നിൽ പ്രേരിപ്പിച്ചുകൊണ്ട് ഉഷസ് അങ്ങനെ പോവുകയാണ്. ഹേ ഉഷസ്സേ, ഇന്ന് സ്തോതാവിന് വേണ്ടി പ്രത്യക്ഷമായി സന്തതിയുക്തമായ ആയുസ്സിനെ പ്രദാനം ചെയ്യുക. അപ്പോൾ അവൾ എന്തിനെല്ലാണ് നമുക്ക് തരുന്നത്? സ്തോതാവിന് വേണ്ടി. നമ്മൾ എന്താണോ സ്തുതിക്കുന്നത്, എന്തിനു വേണ്ടിയാണോ ആവശ്യപ്പെടുന്നത്, എന്തിനു വേണ്ടി, എന്ത് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊരു യത്നമാണോ ചെയ്യുന്നത്, അതിന് എന്തെല്ലാമാകാം? സന്താനയുക്തമായ. അപ്പം നമുക്ക് സന്താനങ്ങൾ നേടിത്തരുക. അവൾ സന്താനങ്ങൾ നേടിത്തരുന്നത് അവളാണ്. ആയുസ്, കർമ്മം ചെയ്യാനുള്ള ആയുസ് നേടിത്തരുന്നത് എല്ലാം അവൾ തന്നെയാണ്. നമ്മൾ ആയുസ്സും എല്ലാം അവൾ എത്ര പ്രാവശ്യം വന്നു പോകുന്നതെന്നനുസരിച്ചിരിക്കുന്നു നമ്മുടെ ആയുസ്. അവൾ തീരുമാനിക്കുന്നുണ്ട് പകലോ രാത്രിയോ മരിക്കേണ്ടതെന്നല്ല, അവൾ വരുന്നതനുസരിച്ചാണ്. അത് തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ ഇത്ര പ്രാവശ്യം വരുമ്പോൾ ഇത്രാമത്തെ പ്രാവശ്യം വരെ എനിക്ക് ആയുസ്, അത് കഴിയുമ്പോൾ പിന്നെ ഇല്ല. ഇനി 18 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 113-18. യാ ഗോമതിർ ഉഷസ സർവവീരാ വിച്ഛന്തി ദാശുഷേ മർത്യായ വായോരിവ സുനിർദാനാമുദർക്കേത അശ്വത അശ്നുവത് സോമസൂത്വ. ഗോധനത്തോടും വീരസന്താനങ്ങളോടും കൂടിയവളായ ഉഷസ് ഹവിർദാതാവിന് വേണ്ടി പ്രത്യക്ഷയാകുന്നു. സ്തുതികൾ പൂർണ്ണമായി കഴിയുമ്പോൾ സോമരസം നിവേദിക്കുന്ന യജമാനനെ ഈ ഉഷസ് വായുവേഗത്തോടുകൂടി പ്രാപിക്കുന്നു. ഗോധനത്തോട്, ഗോധനം എന്ന് പറഞ്ഞാൽ പശുക്കൾ. പണ്ടത്തെ കാലത്ത് ധനം എന്നത് പശുക്കളായിട്ടാണ്. എത്രമാത്രം കന്നുകാലികളുണ്ട് അതാണ് ധനം. ആ അർത്ഥത്തിലെടുത്താൽ മതി. ഗോധനത്തോടും വീരസന്താനങ്ങളോട്. നമുക്കത് എപ്പോഴും വീരസന്താനം എന്ന് പറഞ്ഞാൽ എല്ലാം വീരസന്താനമാണ്. അത് പറയുമ്പോൾ അങ്ങനെയാണ് പറയാം, വീരസന്താനങ്ങളെ നമുക്ക് നൽകുന്നു. അവളെല്ലാം അതെല്ലാം അവളെ കസ്റ്റഡിയിലാണ്. ധനവും ഗോധനവും സന്താനങ്ങളും നമുക്ക് നമ്മുടെ യജ്ഞത്തിനനുസരിച്ച് അവൾ തരും. കൂടിയവളായ ഉഷസ് ഹവിർദാതാവിന് വേണ്ടിയിട്ട് പ്രത്യക്ഷമായി. ആരാണോ യജ്ഞം ചെയ്യാൻ തയ്യാറായിരിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ട് പ്രത്യക്ഷമായിരിക്കുകയാണ്. നിനക്ക് കുട്ടി വേണം, യജ്ഞം ചെയ്തിട്ടുണ്ട്, കുട്ടി വേണം, ഇതാ പിടിച്ച കുട്ടീനെ. ഭക്ഷണം വേണം, ഇതാ ഭക്ഷണം. അത് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ തയ്യാറായിട്ട് നിൽക്കുകയാണ്. സ്തുതികൾ പൂർണ്ണമായി കഴിയുമ്പോൾ, നമ്മൾ ശരിയായ നിലയിൽ ശാസ്ത്ര തത്വപ്രകാരം പ്രവർത്തിച്ച് കഴിയുമ്പോൾ സോമരസം നിവേദിക്കുന്ന, നമ്മൾ സോമം നിവേദിക്കുമ്പോൾ അവർക്ക് കൊടുക്കുമ്പോൾ ഉഷസ് വായുവേഗത്തിൽ കൂടി പ്രാപിക്കുന്നു. അവനെ പ്രാപിച്ചിട്ട് നമുക്കതിൻ്റെ ഫലം നൽകും. നമ്മൾ ഈ യജ്ഞം ചെയ്യുമ്പോൾ അതെല്ലാം അവൾ സ്വീകരിക്കണം. നമ്മൾ ചെയ്യുന്ന യജ്ഞമെല്ലാം അവളെടുക്കും. ഇത് സന്താനം വേണ്ടിക്ക് സന്താനം തരും, ഭക്ഷണം വേണ്ടിക്ക് ഭക്ഷണം തരും. എന്താണോ വേണ്ടത് അതെല്ലാം നമുക്ക് അവൾ നേടിത്തരും. ഇനി 19 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 113-19. മാതാ ദേവാനാം അതിതേറനീകം യജ്ഞസ്സ കേതുർബൃഹദീവദാഹി പ്രശസ്തി കൃത് ബ്രഹ്മണേ നോവ്യുച്ഛ നോജനേ ജനയ വിശ്വപാരേ. ഉഷസ് ദേവമാതാവായ അതിഥിയുടെ മുഖരൂപമായും യജ്ഞത്തിൻ്റെ ധ്വജരൂപമായും മാഹാത്മ്യത്തോടുകൂടി പ്രകാശിക്കുന്നു.
നീ ഞങ്ങളുടെ മന്ത്രരൂപങ്ങളായ സ്തുതികളെ പ്രശംസിച്ചുകൊണ്ട് പ്രത്യക്ഷയാവുകയും ഞങ്ങളെ യശസ്വികൾ ആക്കുകയും ചെയ്യണമേ. ആരും ഭരിക്കത്തക്കവണ്ണമായ യോഗ്യതയുള്ള ഉഷസ്സേ എന്ന് പറയുകയാണ്. നീ ദേവമാതാവായ അതിഥി, എല്ലാ അതിഥിയിൽ നിന്നാണല്ലോ ഉണ്ടായത്. ആ ദേവന്മാരുടെ എല്ലാ ദേവതകളും ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ഉണ്ടായിരിക്കുന്നത് ദേവമാതാവ് ആ അതിഥിയിൽ നിന്ന്. അതിൻ്റെ മുഖരൂപമായും അതിൻ്റെ മുഖമായിട്ടാണ് നീ ആക്ട് ചെയ്യുന്നത്. യജ്ഞത്തിൻ്റെ ധ്വജരൂപമായിട്ടാണ് നീ ആക്ട് ചെയ്യുന്നത്. എല്ലാവും ഈ സൂര്യൻ്റെ ചലനവുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് സൃഷ്ടിക്രമങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ മഹാത്മ്യത്തോടുകൂടി നീ പ്രകാശിക്കണേ എന്ന് പറയുകയാണ്. യഥാർത്ഥത്തിൽ അതിഥിയുടെ ഒരു രൂപമാണ് പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്ന ആ ശക്തി വിശേഷം. അതിഥി മാതാവ്, അതിനെ മാതാവായി ചിത്രീകരിച്ചു. അതിൻ്റെ മുഖമാണ് ഈ ഉഷസ്. അപ്പോൾ ഉഷസ്സാണ് എല്ലാറ്റിൻ്റെയും അതിഥി. എങ്ങനെയുള്ള ലോകമാണോ വിഭാവനം ചെയ്തത് അതിനനുസരിച്ചാണ് ഈ ഉഷസ് അതിൻ്റെ മുഖമായിട്ട് ആക്ട് ചെയ്തുകൊണ്ട്, അതിൻ്റെ യജ്ഞത്തിൻ്റെ ധ്വജമായി ആക്ട് ചെയ്തുകൊണ്ടാണ് അവൾ ഇവിടെ പ്രകാശിച്ചു കൊണ്ടുവരുന്നത്. നീ ഞങ്ങളുടെ മന്ത്രരൂപങ്ങളായ സ്തുതികളെ, മന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ സ്തുതികൾ എന്നെല്ലാം പറയുമ്പോൾ വേദമന്ത്രങ്ങൾ, സയൻസ്, വേദം എന്ന് പറഞ്ഞാൽ സയൻസാണ്. നമ്മൾ ചെയ്യുന്ന ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന യജ്ഞങ്ങൾ നീ പ്രശംസിച്ചുകൊണ്ട് വരണം. എന്നിട്ട് നമ്മളെ യശസ്വികളാകണം. അപ്പം നമ്മളെ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നു. നമ്മൾ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ യജ്ഞങ്ങൾ ചെയ്യുന്നു. അപ്പോൾ അവൾ എന്ത് ചെയ്യുന്നു? ആ യജ്ഞത്തിലൂടെ നമ്മളെ യശസ്വികളാക്കിയിട്ട് മാറ്റുന്നു. അതായത് നമ്മുടെ എല്ലാ യജ്ഞങ്ങളെയും നമ്മളെ നാഡീവ്യൂഹത്തിലൂടെ അവളാണ് പ്രേരിപ്പിച്ച് കർമ്മം ചെയ്യിപ്പിച്ച് യശസ്വികളാക്കിക്കൊണ്ട് മുന്നോട്ടേക്ക് നയിച്ചുകൊണ്ട് പോകുന്നത്. ഇനി 20 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 113-20. യച്ചിത്രമപ്ന ഉഷസോ വഹന്തി ജാനായ ശശമാനായ ഭദ്രം തന്നോ മിത്രോ വരുണോ മാമഹന്താം അതിഥി സിന്ധു പൃഥ്വി ഉദദ്യൗഹു. ഉഷസ്സുകൾ കൊണ്ടുവരുന്ന ദിവ്യ ഗുണങ്ങൾ യജ്ഞകർത്താവിനും സ്തോതാവിനും മംഗളമയമായി ഭവിക്കണമേ. മിത്രനും വരുണനും അതിഥിയും സമുദ്രവും പൃഥ്വിയും ആകാശവും നമ്മുടെ പ്രാർത്ഥനയെ അനുമോദിക്കണമേ. ഉഷസ്സിൻ്റെ ആഗമനവേളയിൽ എല്ലാ മനുഷ്യരും ജോലിയിൽ വ്യാപൃതരാകുന്നത് കാരണം അവളെ എല്ലാ ഭൗതിക സമ്പത്തുകളുടെയും സ്വാമിനിയായി കരുതുന്നു. ഉഷസ്സുകൾ കൊണ്ടുവരുന്ന ദിവ്യ ഗുണങ്ങൾ, എന്തെല്ലാം ഗുണങ്ങളാണ് ആ ഉഷസ് രാവിലെ ആകുമ്പോൾ കൊണ്ടുവരുന്നത്? ചിലവർക്ക് നല്ല ജ്ഞാനം നേടിക്കൊടുക്കും, ചിലവർക്ക് നല്ല കർമ്മങ്ങളെല്ലാം ചെയ്യാനുള്ള കഴിവുകൾ ഉണ്ടായിക്കൊടുക്കും, ചിലവർക്ക് പുതിയ ജ്ഞാനം നേടാനുള്ള കഴിവുകൾ ഉണ്ടായിക്കൊടുക്കും, ചില കവികളെ അതേമാതിരി വളർത്തും. എല്ലാം ഓരോ ദിവസത്തിൽ അവൾ ചെയ്തിട്ട് ഓരോ ദിവസവും നാട്ടിൽ എന്തെല്ലാം പുതിയ പുതിയ സംഭവം അതല്ലേ പത്രത്തിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന. ഇതെല്ലാം ആര് പ്രേരിപ്പിച്ചിട്ട് ഉണ്ടാക്കിയതാണ്? ഓരോ ദിവസവും വായിക്കുന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസത്തെ ഉഷസ് എല്ലാവരിലൂടെയും ചെയ്തു വെച്ച അത്ഭുത കൃത്യങ്ങളാണ്. അപ്പോൾ ഉഷസ്സുകൾ കൊണ്ടുവരുന്ന ദിവ്യ ഗുണങ്ങൾ യജ്ഞകർത്താവിന് യജ്ഞം നടത്തുന്ന ആൾക്കാർക്കും സ്തോതാവിനും മംഗളകരമായി തീരട്ടെ. മംഗളകരമായി തീരട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. നമ്മൾ പത്രം വായിക്കുമ്പോൾ മംഗളം മാത്രമല്ല കാണുന്നത്, പലവരും പല വേലത്തരങ്ങളും കാണിക്കുന്നതും നമ്മൾ പത്രത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുകയാണ് എല്ലാം നല്ലതായി തീരട്ടെ. അവൾ ചെയ്യിപ്പിക്കുന്ന മനുഷ്യരുടെയും ജീവജാലങ്ങളുടെയും എല്ലാം ചെയ്യിക്കുന്നത് മംഗളകരമായി തീരട്ടെ. മിത്രനും വരുണനും അതിഥി, അതെപ്പോഴും പറയുന്നത് സമുദ്രവും പൃഥ്വിയും ആകാശവും നമ്മുടെ ഈ പ്രാർത്ഥനയെ അനുമോദിക്കണം. അങ്ങനെ നമ്മളെ കൊണ്ട് പ്രേരിപ്പിച്ചിട്ട് നമ്മളെ കൊണ്ട് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് നല്ല മംഗള കർമ്മങ്ങളായി മാറണേ. ഈ പ്രകൃതിയിലുള്ള എല്ലാം നമ്മളെ അനുമോദിക്കണേ. അതായത് നമ്മൾ നല്ല കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കണേ. അവളാണ് എല്ലാത്തിനും പ്രേരിപ്പിക്കുന്നത്. തല്ലിപ്പൊളി ചെയ്യിപ്പിക്കുന്നത് അവൾ തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ അതുകൊണ്ട് നമുക്ക് പേര് ദോഷം ഉണ്ടാവും. അതുകൊണ്ട് എന്ത് പറയാണ്? നമ്മളെ കൊണ്ട് നല്ല മംഗളകർമ്മങ്ങൾ ചെയ്യിപ്പിച്ചിട്ട് ഈ ലോകത്തിലുള്ള എല്ലാ ശക്തികളും പ്രമോദ് വളരെ നല്ലൊരു യജ്ഞമാണ് ഇത് ചെയ്തിരിക്കുന്ന
എന്ന് പറയിപ്പിക്കണേ എന്ന് പറയുകയാണ്.